നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP മൂന്നാം സെമസ്റ്റർ BSc MDC മലയാളം. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ തുടക്കം കുറേ ബേസിക് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ നിളാനദിയുടെ ഗണിത കേന്ദ്രം എന്ന് പറയുന്ന ലേഖനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതായത് കേരളത്തിന്റെ പ്രാചീന വിജ്ഞാന സംസ്കാരം. കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, നോക്കാം. മധ്യകാല കേരളം വിജ്ഞാനോൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും വിദ്യാർജനത്തിന്റെയും സക്രിയവും ഊർജ്ജസ്വലവുമായ കാലഘട്ടമായിരുന്നു. ഒന്നുമില്ല, കേരളത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ വളരെ ആക്റ്റീവായി നിന്ന കാലഘട്ടമായിരുന്നു. ആചാരമര്യാദകളുടെയും ജാതി ശ്രേണിയുടെയും പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വിജ്ഞാന സമൂഹം എന്ന നിലയിൽ കേരളം ആർജിച്ച വികാസം ശ്രദ്ധേയമാണ്. ആ സമയങ്ങളിൽ കേരളം ഒരു വിജ്ഞാന സമൂഹം എന്ന രീതിയിൽ ഒരുപാട് മുന്നോട്ട് വന്നു. ഏകദേശം 9-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാല കേരളം എന്ന് പ്രതിപാദിക്കപ്പെടുന്നത്. ഭൗതികവും ശാസ്ത്രീയവുമായ പ്രവർത്തനങ്ങളുടെ പ്രബുദ്ധമായ ചരിത്രം ഈ കാലഘട്ടത്തിന് അവകാശപ്പെടാനുണ്ട്. ഗ്രന്ഥപാണ്ഡിത്യം, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യം, ലോഹശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ വേരൂന്നിയ ശാസ്ത്രീയ ചിന്തയുടെ ഒരു സവിശേഷ പാരമ്പര്യത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ മുഖ്യധാരാ വിജ്ഞാന പാരമ്പര്യത്തെ രണ്ട് ധാരകളായും മനസ്സിലാക്കാം. ആദ്യത്തേത് വിജ്ഞാന ഉൽപാദനം നിർവഹിക്കുന്ന പണ്ഡിതരുടെയും ശാസ്ത്രജ്ഞരുടെയും പ്രവർത്തനങ്ങളാണ്. ഗ്രന്ഥരചന, സംവാദം തുടങ്ങിയ ശാസ്ത്ര വ്യവഹാരങ്ങളിലൂടെ പുതിയ കണ്ടെത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നിർവഹിക്കുന്നു. മറുവശത്ത്, അതായത് രണ്ടാമത്തത്, അധ്യയനത്തിലൂടെ അധ്യാപക വിദ്യാർത്ഥി സമൂഹം വിജ്ഞാനത്തിന്റെ വിതരണം നടത്തുകയും നാട്ടുഭാഷയിലേക്ക് വ്യാഖ്യാനങ്ങളും വിവർത്തനങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ധാരകളുടെയും സാമാന്യമായ പരിചയപ്പെടലാണ് ഈ പാഠഭാഗത്തിൽ വിഭാവനം ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ളതാണ്, നമുക്ക് എന്താണ് ഈ പാഠത്തിൽ നമ്മളോട് പറയുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം ആദ്യകാല കേരളീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ശാലകള്, ഗുരുകുല പാരമ്പര്യം, കളരി, കുടിപ്പള്ളിക്കൂടൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് സംഘകാലത്തോളം പഴക്കമുണ്ട്, അത്രയും പഴയതാണ്. എഴുത്തും വായനയും ജാതി കേന്ദ്രിതമായി നിർവഹിക്കപ്പെട്ട ഒരു ചരിത്രം കേരളത്തിനുണ്ട്. ഇന്ന ജാതിക്കാരെ പഠിക്കാൻ പാടില്ല, ഇന്ന ജാതിക്കാരെ പഠിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ. എങ്കിലും ജാതി ശ്രേണികളുടെ അതിർത്തികൾ മറികടക്കുന്ന താരതമ്യേന ഉൾച്ചേർക്കൽ സ്വഭാവമുള്ള കളരികൾ പോലുള്ള വിദ്യാകേന്ദ്രങ്ങളും കേരളത്തിൽ കാണാം. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഇന്നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ തുടക്കം ശാലകളിൽ നിന്നാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തുടക്കം ശാലകളിൽ നിന്നാണെന്ന് പറയുന്നു. എന്തായിരുന്നു ശാലകൾ? പെരുമാൾ വാഴ്ചക്കാലം മുതൽ തന്നെ ആശയ ഉൽപാദനത്തിന്റെയും പ്രസാരണത്തിന്റെയും പ്രമുഖ സ്ഥാപനം ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശാലകളായിരുന്നു. ക്ഷേത്രങ്ങളോട് ചേർന്നിട്ടാണ് ശാലകൾ ഉണ്ടാവുക. ശാലകൾ മുഖ്യമായും വേദപാഠശാലകളായിരുന്നു. വേദമാണ് അവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതായിരുന്നു. ശാലകൾ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതായിരുന്നു. ഈ വേദം അവരെ പഠിക്കാവൂ എന്നുള്ള നിയമമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശാലകളുടെ പാഠ്യ പദ്ധതിയിൽ വൈദിക ജ്ഞാനത്തിന് പുറമെ അശ്വവിദ്യ, അതായത് കുതിര പഠിക്കുക എന്നുള്ളത്, ജാലവിദ്യ, ഗഡ്ഗവിദ്യ, ഗഡ്ഗം എന്ന് പറഞ്ഞ വാള് എന്നാട്ടോ അർത്ഥം, എന്നിങ്ങനെ പല വിദ്യകളും ഉൾപ്പെട്ടിരുന്നു. ശാലകളുടെ നടത്തിപ്പിന്റെ ചുമതല ക്ഷേത്രങ്ങൾക്കായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ബ്രാഹ്മണർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. രണ്ടാം ചേര സാമ്രാജ്യ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി 4 ശാലകളായിരുന്നു ഉണ്ടായിരുന്നത്. കാന്തല്ലൂർ ശാല, പാർത്ഥിവപുരം ശാല, മൂഴിക്കുളം ശാല, തിരുവല്ല ശാല എന്നിവയായിരുന്നു അവ. ആലേഖ്യം, ഗീതം, വാദ്യം, നാടകാഭിനയം, നൃത്തം, നാട്യം, ജ്യോതിഷം, ഇന്ദ്രജാലം തുടങ്ങി 30-ലേറെ വിഷയങ്ങൾ കാന്തല്ലൂർ ശാലയിൽ പാഠ്യവിഷയമായിരുന്നു. ഇത് ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ തന്നെ കിട്ടുന്നില്ലേ? യെസ്, രണ്ടാം ചേര സാമ്രാജ്യകാലത്ത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ട് 4 ശാലകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ശാലയായിരുന്നു കാന്തല്ലൂർ ശാല. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് പഠിക്കാൻ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സർവ്വകലകളിലും വേദങ്ങളിലും മതങ്ങളിലും ഉൾക്കൊണ്ടിരുന്ന സാംസ്കാരിക അംശങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് തക്ഷശിലയിലേതിന് തുല്യമായിരുന്നു അത്രേ. തക്ഷശിലയിലുള്ളത് പോലെ തന്നെ ആയിരുന്നു. നളന്ദ തക്ഷശിലയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അക്കാലത്ത് വിദ്യ സമൂഹത്തിൽ മേൽത്തട്ടിലുള്ളവർക്ക് പദവി നേടാനും നേടിയ പദവി നിലനിർത്താനും വേണ്ടിയുള്ളതായിരുന്നു. ശാലകളുടെ ക്ഷേത്ര കേന്ദ്രീകൃതവും സാമുദായികവുമായ പഴയകാല സമ്പ്രദായം ക്രമേണ മാറിയിട്ടോ. കുറെ സമയം എടുത്തിട്ട് അത് മാറി. ഇനി അടുത്തത് ഗുരുകുല പാരമ്പര്യം. എന്താണ് ഗുരുകുല സമ്പ്രദായത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ചെറുതായിട്ട് കേട്ടിട്ടുണ്ടാവും.
അധ്യാപനം പൂജയും അധ്യയനം ഉപാസനയുമായി കണക്കാക്കിയിരുന്ന കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് ഗുരുകുലം എന്ന സങ്കല്പം. അധ്യാപനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അധ്യാപനം എന്ന് പറയുന്നത് പൂജയാണ്, അധ്യയനം പഠനം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ്, സേവനമാണ് എന്നൊക്കെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് ഗുരുകുലം എന്ന സങ്കല്പം. ഈ സമ്പ്രദായത്തിൽ ഗുരുവിനെ കേന്ദ്രീകരിച്ചും ആശ്രയിച്ചുമായിരുന്നു വിദ്യാഭ്യാസം. ഗുരുവിനെ കേന്ദ്രീകരിച്ചും ആശ്രയിച്ചുമാണ് വിദ്യാഭ്യാസം. ശിഷ്യൻ തീർത്തും ഗുരുവിന് ദാസ്യപ്പെടുന്ന രീതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു പറയുന്നതെല്ലാം ശരി, അതാണ് ഈ സമ്പ്രദായത്തിൽ നിലനിന്നിരുന്നത്. സാഹിത്യം, ശാസ്ത്രം, ജ്യോതിഷം, സിദ്ധാന്തങ്ങൾ, കല എന്നിങ്ങനെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു ഗുരുകുലങ്ങൾ. കൂടാതെ ചില ഗുരുകുലങ്ങളിൽ വൈദ്യം, ഗണിതം തുടങ്ങി ഒറ്റ വിഷയങ്ങളിലും അധ്യയനം നടത്തിയിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെയാണ് ഭാരതീയ വിജ്ഞാന പദ്ധതികളുടെയും നാട്ടുഭാഷാ ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ടത്. ഓക്കെ, കൂടല്ലൂർ മന, ദേശമംഗലത്ത് വാര്യം, കുറ്റിപ്പുറം കോവിലം, കൊടുങ്ങല്ലൂർ കോവിലകം, കവിയൂർ ഊരാച്ചേരി ഗുരുകുലം തുടങ്ങിയവ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുരുകുലങ്ങളാണ്. വ്യാകരണത്തിന് പേരുകേട്ട ഗുരുകുലമായിരുന്നു കൂടല്ലൂർ മന. ഒടുവിലത്തെ ഗുരുകുലമായി കണക്കാക്കുന്നത് പുന്നശ്ശേരി മനയാണ്. അങ്ങനെ കുറെ ഗുരുകുലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഗുരുകളിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമായിരുന്നു അവിടെ കേട്ടോ. ദെൻ കളരി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ദേശങ്ങൾ തോറും കളരികൾ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് അവ ആയോധന കല പഠിപ്പിക്കുന്നവ മാത്രമായിരുന്നില്ല. നമ്മുടെ മനസ്സിൽ ഇപ്പൊ കളരി എന്ന് പറയുമ്പോൾ ആ വാള് വെച്ചിട്ടുള്ള ആ ഒരു ആയോധന കല മാത്രമല്ലേ മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആദ്യകാലത്ത് അവ ആയോധന കല, മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നവ മാത്രമായിരുന്നില്ല. പിന്നെയോ മറിച്ച് ജ്യോതിഷം, വൈദ്യം പോലുള്ളവ കൂടി കളരിയിൽ പഠിപ്പിച്ചിരുന്നു. ശാലകളുടെയും ഗുരുകുലങ്ങളുടെയും പരിഷ്കരിക്കപ്പെട്ട രൂപങ്ങളിൽ ഒന്നായിരുന്നു കളരി. ഓക്കെ, ഓരോ കളരിയുടെയും അധിപൻ അവിടുത്തെ ഗുരുക്കന്മാരായിരുന്നു. ഏത് തരം വിദ്യ അഭ്യസിക്കുന്ന ഇടങ്ങളെയും അക്കാലത്ത് കളരി എന്ന് പറഞ്ഞിരുന്നു. ഏത് തരം വിദ്യ അഭ്യസിക്കുന്ന സ്ഥലങ്ങളും എന്താണ്? കളരികളായിരുന്നു. പിന്നീട് ഇവ കളരി പയറ്റ് അഭ്യസന കേന്ദ്രങ്ങളായി ചുരുങ്ങി കേട്ടോ. ഈ ആയോധന കലയിലേക്ക് ചുരുങ്ങി. കേരളത്തിലെ കളരി പാരമ്പര്യത്തിന് ബുദ്ധമതവുമായിട്ടുള്ള ബന്ധം പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായിരുന്നു കുടിപ്പള്ളിക്കൂടം? മുൻകാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന പാഠശാലയായിരുന്നു കുടിപ്പള്ളിക്കൂടം. ആശാൻ പള്ളിക്കൂടം, എഴുത്തുപള്ളി എന്നൊക്കെ ഇവ അറിയപ്പെട്ടിരുന്നു. നിലത്തെഴുത്ത് ആശാന്മാരായിരുന്നു നടത്തിപ്പുകാര്. മണലിലായിരുന്നു എഴുത്ത് അഭ്യസിച്ചിരുന്നത്. മണലിലാണ് എഴുതുക. തുടർന്ന് താളിയോലകളും ഉപയോഗിച്ചിരുന്നു. കുടിപ്പള്ളിക്കൂടം ബുദ്ധമത സ്വാധീനത്തിന്റെ ഭാഗമായാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേരളീയ വൈജ്ഞാനികതയെ കുറിച്ച് ഒരു അവലോകനം നടത്താം. അതായത് കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. ആദ്യം വാസ്തുവിദ്യ നോക്കാം. ഭാരതത്തിന്റെ പരമ്പരാഗത കെട്ടിട നിർമ്മാണ രീതിയാണ് വാസ്തുശാസ്ത്രം എന്നറിയപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏതൊരു വീടൊക്കെ പറയുമ്പോഴും നമുക്ക് അതിന്റെ വാസ്തു നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പം ഭാരതത്തിന്റെ പരമ്പരാഗത കെട്ടിട നിർമ്മാണ രീതിയാണ് വാസ്തുശാസ്ത്രം എന്നറിയപ്പെടുന്നത്. കേവലം കെട്ടിട നിർമ്മാണത്തിന്റെ സാങ്കേതികതയ്ക്ക് ഉപരിയായി ഭൂപ്രകൃതിയും കാലാവസ്ഥയും എല്ലാമായി കൂട്ടിയിണക്കിയാണ് ഈ ശാസ്ത്രം വികസിച്ചിട്ടുള്ളത്. കേരളം, കർണാടകത്തിലെ തുളുനാട് പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ വാസ്തുവിദ്യാ രീതിയാണ് കേരള വാസ്തുവിദ്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന 3 ക്ഷേത്ര ശൈലികളിൽ ഒന്നായ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഭാഗമാണ് കേരള വാസ്തുവിദ്യ. ഓക്കെ, ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഭാഗമാണ് കേരള വാസ്തുവിദ്യ. വാസ്തുവിദ്യ എന്ന് പറയുമ്പോൾ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് കേട്ടോ. തന്ത്രസമുച്ചയം, തച്ചുശാസ്ത്രം, മനുഷ്യാലയ ചന്ദ്രിക, ശില്പരത്നം എന്നീ കൃതികളുടെ എല്ലാം സ്വാധീനം കേരള വാസ്തുവിദ്യയിൽ പ്രകടമാണ്. ആ കൃതികളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കേരള വാസ്തുവിദ്യയിൽ നമുക്ക് കാണാം. ഓക്കെ, മനുഷ്യാലയ ചന്ദ്രിക ഒരു കേരളീയ കൃതിയായാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ വാസ്തുവിദ്യാജ്ഞാനത്തിനൊപ്പം ഇസ്ലാമികവും ക്രൈസ്തവവും ജൂതവുമായ വാസ്തുവിദ്യാ അഭിരുചികളും കേരളത്തിന്റെ തദ്ദേശീയ വാസ്തുവിദ്യാ ശൈലിയിൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ കൂടിക്കലർന്നിരിക്കുന്നു. ബുദ്ധ ജൈന വാസ്തുവിദ്യയുടെ സ്വാധീനവും കേരളീയ വാസ്തുശാസ്ത്രത്തിൽ പ്രകടമാണ്. കേരളത്തിലെ കെട്ടിട നിർമ്മാണത്തിൽ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ ഇതൊക്കെ കൂടിക്കലർന്നിട്ടുണ്ട്. വാസ്തുശാസ്ത്രം, മാനസാര, മായാമതം തുടങ്ങിയവ കേരള വാസ്തുവിദ്യയുടെ ആദ്യകാല ഗ്രന്ഥങ്ങളാണ്. ഓക്കെ, കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ സാങ്കേതികതയും അനവധി മൗലിക സവിശേഷതകൾ പുലർത്തുന്നുണ്ട്. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, നാലമ്പലം, ചുറ്റമ്പലം, കൂത്തമ്പലം തുടങ്ങി കേരളീയ ക്ഷേത്രങ്ങൾക്ക് തനതായ ഘടനയും വാസ്തുശാസ്ത്രവും ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ, ഇതൊന്നും അധികം പറയണ്ടെന്ന് തോന്നുന്നു, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവയുടെ എല്ലാം ഉറവിടം ബുദ്ധ ജൈന മതങ്ങളാണെന്ന് കരുതപ്പെടുന്നു.
കേരളത്തിന്റെ ക്ഷേത്ര വാസ്തുവിദ്യ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. പാറയിൽ കൊത്തിയ ക്ഷേത്രങ്ങള്, നാലമ്പലം, ശ്രീകോവിൽ മുതലായവ. അടിസ്ഥാന ഘടനയോട് കൂടിയ ക്ഷേത്രങ്ങൾ എന്ന ആദ്യ 2 ഘട്ടങ്ങൾക്ക് ശേഷം വിശദാംശങ്ങൾ കൂട്ടിച്ചേർത്ത് വിപുലീകരിച്ച് സങ്കീർണവും സവിശേഷവുമായ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കേരളീയ വിദ്യ ശൈലീപരമായി വികസിക്കുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ സംയുക്ത ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതും കാണാം. അലങ്കാരങ്ങളായ മോൾഡിങ്ങുകള്, ശില്പങ്ങള്, ചിത്രങ്ങള് എന്നിവയും ഇസ്ലാമിക പള്ളികൾ പരിശോധിക്കുകയാണെങ്കിൽ എന്നിവയും കേരളീയ വാസ്തുവിദ്യയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ ഇസ്ലാമിക പള്ളികൾ പരിശോധിക്കുകയാണെങ്കിൽ അറബി ശൈലിയോ വടക്കേ ഇന്ത്യൻ ശൈലിയോ അന്ധമായി പിന്തുടരാതെ പ്രാദേശികവും മൗലികവുമായ വാസ്തുശാസ്ത്രം പിന്തുടരുന്നതായി കാണാം. ക്രിസ്ത്യൻ പള്ളികളിലും ഇതേ വിധം സങ്കലനത്തിൽ നിന്നുണ്ടായ മൗലികത കാണാം. ഓക്കെ, അതായത് ഇസ്ലാം മതം, ക്രിസ്തു മതം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലേക്ക് വന്നതാണ്. അപ്പം അവരുടെ കെട്ടിടങ്ങളിൽ, പള്ളികളിൽ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ആ ഒരു വാസ്തുവിദ്യ കാണാനുണ്ട്. ഓക്കെ, ദെൻ കേരളീയ ജ്യോതിശാസ്ത്ര സംസ്കാരം. കേരളത്തിൽ ഇനി അടുത്ത അതാണ് പറയാൻ പോകുന്നത്, കേരളീയ ജ്യോതിശാസ്ത്ര സംസ്കാരം. കേരളത്തിൽ ക്ഷേത്രാധിഷ്ഠിത ജ്യോതിശാസ്ത്രം മധ്യകാലഘട്ടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കൃത്യമായ കലണ്ടർ സംവിധാനങ്ങളുടെയും അനുഷ്ഠാന സമയങ്ങളുടെയും ആവശ്യകത ഗണിത ജ്യോതിശാസ്ത്രത്തിന്റെ വികാസത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ക്ഷേത്രങ്ങൾ ഒരർത്ഥത്തിൽ ആത്മീയവും ശാസ്ത്രീയവുമായ പഠനത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. ക്ഷേത്രങ്ങൾ ഒരർത്ഥത്തിൽ ആത്മീയവും ശാസ്ത്രീയവുമായ പഠനത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. അവിടെ ജ്യോതിഷം ആചാരപരമായ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, സമയക്രമീകരണത്തിനും കാലാനുസൃതമായ ആസൂത്രണത്തിനും വേണ്ടി പഠിപ്പിക്കപ്പെട്ടു. സൂര്യനാണ് പ്രപഞ്ച കേന്ദ്രം എന്ന സങ്കല്പം ആദ്യം മുന്നോട്ട് വെച്ച ആര്യഭടൻ, വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കേരളീയ ജ്യോതിശാസ്ത്ര പ്രമുഖരാണ്. കൂടാതെ നിളാതീരത്തെ ഗണിത ജ്യോതിശാസ്ത്ര പണ്ഡിതരുടെ കൂട്ടായ്മ ഏറെ നിർണായകമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞാണ്. നക്ഷത്രങ്ങൾ, പഞ്ചാംഗം, സൂര്യ ചന്ദ്ര ഗ്രഹണ കാലങ്ങൾ തുടങ്ങി അനവധി മേഖലകളിൽ കേരളീയ ഭാരതീയ ശാസ്ത്രജ്ഞർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് മഹോദയപുരവും ജ്യോതിശാസ്ത്ര പാരമ്പര്യവും. മക്കോടൈ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എന്നും അറിയപ്പെടുന്ന മഹോദയപുരം. അപ്പം മക്കോടൈ എന്ന് പറഞ്ഞാലും കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, നമ്മുടെ മഹോദയപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. മധ്യകാല കേരളത്തിലെ ചേരമാൻ പെരുമാൾ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ കൊടുങ്ങല്ലൂർ അഥവാ മഹോദയപുരം. ജ്യോതിശാസ്ത്ര നിരീക്ഷണവും കണക്കുകൂട്ടലും ഉൾപ്പെടെ രാഷ്ട്രീയ അധികാരം, വ്യാപാരം, സംസ്കാരം, ബൗദ്ധിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഒരു പ്രധാന കേന്ദ്രമായി ഇത് ഉയർന്നു വന്നു. ചേര ഭരണാധികാരികളുടെ രക്ഷാകർതൃത്വത്തിൽ മഹോദയപുരം ഹിന്ദു, ബുദ്ധ, ജൈന പിന്നീട് മുസ്ലിം പാരമ്പര്യങ്ങൾ ഒന്നിച്ച് നിലകൊള്ളുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമായി മാറി. അറബ് ലോകം, ചൈന, യൂറോപ്പ് എന്നിവയുമായി നഗരത്തിന് വിപുലമായ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ നഗരത്തിന്. ഇത് ശാസ്ത്രീയ വിജ്ഞാനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾക്ക് സഹായകമായി. കുലശേഖര കാലത്താകട്ടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളും ദേവദാസി സമ്പ്രദായവും ആരംഭിച്ചു. ക്ഷേത്ര ശില്പകലയും ചിത്രരചനയും ഇതേ കാലഘട്ടത്തിൽ വികാസം നേടി. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള പാഠശാലകൾ പലതും എന്ന് വെച്ചാൽ കാന്തള്ളൂർ ശാല, പാർത്ഥിവപുരം ശാല, നേരത്തെ പറഞ്ഞില്ലേ, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല തുടങ്ങിയവ അത് വളരെ പ്രസിദ്ധമായി. ഗുരുകുല സമ്പ്രദായത്തിൽ ഊന്നിയ ഈ ശാലകളിലെ വിദ്യാർത്ഥികൾക്ക് താമസവും ഭക്ഷണവും സൗജന്യമായിരുന്നു. ഈ വിധം വിജ്ഞാനത്തിന്റെ ഉൽപാദനത്തിലും വിതരണത്തിലും കൈമാറ്റത്തിലും ഊന്നിയ സാംസ്കാരിക പരിസരം മഹോദയപുരത്തെ ഒരു വിജ്ഞാന കേന്ദ്രമായി പരിവർത്തിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അങ്ങനെ നമ്മുടെ മഹോദയപുരം അഥവാ കൊടുങ്ങല്ലൂർ എന്തായി, ഒരു വിജ്ഞാന കേന്ദ്രമായിട്ട് മാറുകയാണ്. ഓക്കെ, ജ്യോതിശാസ്ത്രം, ജ്യോതിഷം, ഗണിതശാസ്ത്രം, അനുഷ്ഠാന ശാസ്ത്രങ്ങൾ എന്നിവയെ പരിപോഷിപ്പിച്ച പണ്ഡിതരുടെയും ക്ഷേത്രാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെയും ആസ്ഥാനം കൂടിയായിരുന്നു മഹോദയപുരം. മഹോദയപുരത്തും പരിസരങ്ങളിലുമുള്ള ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, മതപരമായ കേന്ദ്രങ്ങൾ മാത്രമല്ല, കലണ്ടർ നിർമ്മാണം, സമയം കണക്കാക്കൽ, ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ എന്നിവയുടെയും സ്ഥലങ്ങളായും പ്രവർത്തിച്ചു. കേരളത്തിലെ ശാസ്ത്ര ചിന്തയുടെ വികാസത്തിൽ, പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിൽ മഹോദയപുരം നിർണായകമായ പങ്ക് വഹിച്ചു കേട്ടോ. ചില ചരിത്രകാരന്മാരും പണ്ഡിതരും ചേര കാലഘട്ടത്തിൽ മഹോദയപുരത്ത് ആദ്യകാല ജ്യോതിശാസ്ത്ര നിരീക്ഷണശാല പ്രവർത്തിച്ചിരുന്നതായി അഭിപ്രായപ്പെടുന്നുണ്ട്. AD 9-ാം നൂറ്റാണ്ടിൽ മഹോദയപുരത്ത് സ്ഥാപിക്കപ്പെട്ടതായി കരുതുന്ന ഈ വാന നിരീക്ഷണ കേന്ദ്രം ഭാരത ഉപഭൂഖണ്ഡത്തിലെ ആദ്യ ആധികാരിക വാന നിരീക്ഷണ കേന്ദ്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചേര ചക്രവർത്തിമാരിൽ ജ്യോതിശാസ്ത്ര പണ്ഡിതൻ എന്ന് പേരുകേട്ട സ്ഥാണു രവിവർമ്മനാണ് ഈ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ. നക്ഷത്ര ബംഗ്ലാവിന്റെ ആവിർഭാവത്തോടുകൂടി, നക്ഷത്ര ബംഗ്ലാവ് വന്നതോടുകൂടി മഹോദയപുരം ജ്യോതിശാസ്ത്രത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെട്ടു.
ആര്യഭടന്റെ ജ്യോതിശാസ്ത്ര തത്വങ്ങളെ പ്രാമാണ്യമായി കരുതി പ്രവർത്തിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ വാനനിരീക്ഷണ കേന്ദ്രം മുഖേന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമയം അറിയിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ രാജധാനിയിൽ ഒരുക്കിയിരുന്നു അത്രേ. വാനനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നു എന്ന അനുമാനം നിരവധി നിഗമനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കേരളത്തിലെ ശ്രദ്ധേയനായ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ശങ്കരനാരായണന്റെ 9-10 നൂറ്റാണ്ടിലെ ലഘുഭാസ്കരീയ വ്യാഖ്യാനം എന്ന കൃതിയിൽ അവിടെ സ്ഥാപിച്ചിരുന്ന സൂക്ഷ്മയന്ത്രങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളും ഈ കാലഘട്ടത്തിൽ അവിടെ നടത്തിയ നിരീക്ഷണങ്ങളെയും കണക്കുകൂട്ടലുകളെയും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മഹോദയപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്ഷേത്രങ്ങൾക്ക് കൃത്യമായ കലണ്ടർ, ജ്യോതിഷ കണക്കുകൂട്ടലുകൾ തുടങ്ങിയ പ്രായോഗിക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശുഭസമയങ്ങൾ അഥവാ മുഹൂർത്തങ്ങള്, ഗ്രഹണങ്ങള്, അറുതികള് എന്നിവ നിർണ്ണയിക്കുന്നതിന്. അടിസ്ഥാന നിരീക്ഷണ ഉപകരണങ്ങളുടെയും നിരീക്ഷണ നിയമങ്ങളുടെയും ഉപയോഗം നിർദ്ദേശിക്കുന്ന ആകാശഗോളങ്ങളുടെ വ്യവസ്ഥാപിതമായ നിരീക്ഷണം ഇതിന് ആവശ്യമായിരുന്നു. ഒരു നിരീക്ഷണാലയത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ലെങ്കിലും, അതായത് നിരീക്ഷണത്തിന് ഉപയോഗിച്ച സ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ലെങ്കിലും ഭൗതികോൽപാദനം, ക്ഷേത്രാധിഷ്ഠിത ശാസ്ത്ര രീതികൾ എന്നിവ സജീവമായിരുന്ന ഒരു ജ്യോതിശാസ്ത്ര സംസ്കാരത്തിന്റെ നിലനിൽപ്പിലേക്ക് മഹോദയപുരം വിരൽ ചൂണ്ടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മഹോദയപുരം സജീവമായ ഒരു ജ്യോതിശാസ്ത്ര സംസ്കാരമുള്ള സ്ഥലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഇനി കേരളീയ ഗണിതത്തെക്കുറിച്ചുള്ള സാമാന്യ അവലോകനം. നിളാനദിയുടെ ഗണിത കേന്ദ്രം എന്ന് പറയുന്ന ലേഖനത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കേരളീയ ഗണിതം സാമാന്യ അവലോകനം. ആദ്യകാല കേരളീയ ഗണിത ജ്യോതിശാസ്ത്രജ്ഞർ ആരെല്ലാമായിരുന്നു എന്നതിനെ കുറിച്ച് കേട്ടുകേൾവികളും ഐതിഹ്യങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണ് ഉള്ളത്. ആരൊക്കെയായിരുന്നു ഇവിടെ? അത്ര വലിയ മാത്തമാറ്റീഷ്യൻസ് അല്ലെങ്കിൽ അസ്ട്രോണമിസ്റ്റ് എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് കുറെ കേട്ടുകേൾവിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഏതാണ്ട് CE കോമൺ ഇറ 300-നടുത്ത് ജീവിച്ചതായി കണക്കാക്കുന്ന വരരുചിയുടെ കാലം മുതൽക്കാണ് കേരളീയ ഗണിതശാസ്ത്ര ചരിത്രം പൊതുവിൽ ആരംഭിക്കുന്നത്. വിക്രമാദിത്യ സദസ്സിലെ പ്രധാനിയായിരുന്ന അദ്ദേഹം കേരളം സന്ദർശിച്ചിരിക്കാം എന്നും കടബയാതി അക്ക സമ്പ്രദായം, അതായത് അക്ഷരങ്ങൾക്ക് പകരം അക്കം കൊടുക്കുന്ന സമ്പ്രദായമാണ്, അദ്ദേഹം വിഭാവനം ചെയ്തത് ആവാമെന്നും കരുതപ്പെടുന്നു. പറയിപെറ്റ പന്തിരുകുലം പോലുള്ള കേരളീയ ഐതിഹ്യങ്ങളിലൂടെ, പറയിപെറ്റ പന്തിരുകുലം ഒക്കെ അറിയില്ലേ നിങ്ങൾക്ക്? ഈ പെരുന്തച്ഛന്റെയും നാരായണത്ത് ഭ്രാന്തന്റെയും ഒക്കെ പാരന്റ്സിന്റെ കഥ. അപ്പം പറയിപെറ്റ പന്തിരുകുലം പോലുള്ള കേരളീയ ഐതിഹ്യങ്ങളിലൂടെ വരരുചിക്ക് കേരളവുമായി ഗാഢമായ ബന്ധമുണ്ടായിരുന്നതായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അഥവാ ഉത്തരേന്ത്യയിൽ ജനിച്ച അദ്ദേഹം ദീർഘകാലം കേരളത്തിൽ പലയിടങ്ങളിലും താമസമാക്കിയിരുന്നിരിക്കാം. പാറ്റ്നയ്ക്കടുത്തുള്ള കുസുമപുരത്തിൽ ജനിച്ചു എന്നും അതല്ല തെക്കേ ഇന്ത്യയിൽ ജനിച്ചു എന്നും കരുതപ്പെടുന്ന ആര്യഭടൻ, ഏകദേശം CE 476 കോമൺ ഇറ, ആദ്യകാല കേരളീയ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായി പരിഗണിക്കപ്പെടാറുണ്ട്. അദ്ദേഹം രചിച്ച ആര്യഭടൻ രചിച്ച ആര്യഭടീയം എന്ന കൃതിക്ക് ഏറ്റവും അധികം പ്രചാരം വന്നിട്ടുള്ളത് കേരളത്തിലാണ്. ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ പൂർവാഭിമുഖമായി കറങ്ങുന്നു, നക്ഷത്രങ്ങളും സൂര്യനും ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുകയല്ല എന്ന് ലോക ശാസ്ത്ര ചരിത്രത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് ആര്യഭടനാണ്. ആര്യഭടന് ശേഷം 1000-ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പാശ്ചാത്യ ജ്യോതിശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസ് ഇത് കണ്ടുപിടിക്കുന്നത്. ഗ്രഹങ്ങളുടെ ഭ്രമണപഥം വൃത്തങ്ങളല്ല, പിന്നെയോ ദീർഘവൃത്തങ്ങളാണെന്ന് കണ്ടുപിടിച്ചതും ആര്യഭടൻ ആയിരിക്കെ യോഹന്നാസ് കെപ്ലർ ആണെന്ന് പാശ്ചാത്യ ചരിത്രങ്ങൾ അവകാശപ്പെടുന്നു. പൈ എന്ന ജ്യാമിതീയ സ്ഥിരാങ്കത്തിന്റെ മൂല്യം 4 ദശാംശ സ്ഥാനം വരെ ആര്യഭടൻ കൃത്യമായി ഗണിച്ചിട്ടുണ്ട്. പൈ അറിയില്ലേ? 3.14. ദെൻ CE 683 ഇയറാണ് പറഞ്ഞത്. ജീവിച്ചിരുന്ന ഹരിദത്തൻ മറ്റൊരു പ്രധാന കേരള ഗണിത ശാസ്ത്രജ്ഞനാണ്. പരഹിത ഗണിത സമ്പ്രദായം പ്രചരിപ്പിച്ച അദ്ദേഹം കടബയാതി സമ്പ്രദായത്തിന്റെയും പ്രചാരകനായിരുന്നു. ഗണിതം, ജ്യോതിശാസ്ത്രം, ജ്യോതിഷം എന്നീ 3 ശാഖകളിലും പ്രഗത്ഭനായിരുന്ന തലക്കുളത്ത് ഗോവിന്ദ ഭട്ടതിരി വരാഹമിഹിരന്റെ ബൃഹത് ജാതകത്തിലെ ആദ്യ 10 അധ്യായങ്ങളുടെ ഭാഷ്യമായ ദശാധ്യായി രചിച്ചു. ശങ്കരനാരായണൻ എന്ന ഗണിത ജ്യോതിശാസ്ത്രജ്ഞൻ കുലശേഖര രാജവംശത്തിലെ സ്ഥാണു രവിവർമ്മയുടെ ശാസ്ത്ര സദസ്സിലെ അംഗമായിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്തിരുന്ന ഇന്ത്യയിലെ ആദ്യ വാനനിരീക്ഷണാലയത്തിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. ലഘുഭാസ്കരീയ വിവരണം ആണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥം. തുടർന്ന് സംഗമ ഗ്രാമ മാധവനും അദ്ദേഹത്തിന്റെ പിൻഗാമികളും ശിഷ്യന്മാരുമായ ഗണിതശാസ്ത്രജ്ഞർ കേരളീയ ഗണിത വികാസത്തിന് നിർണായക സംഭാവനകൾ നൽകി. 1825 ജയവാറൻ രചിച്ച കേരള സങ്കലിതം എന്ന ഗ്രന്ഥമാണ് കേരളീയ ഗണിത സംഭാവനകളെ പാശ്ചാത്യ ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയത്. ബീജഗണിതം, ക്ഷേത്രഗണിതം തുടങ്ങി അനവധി മേഖലകളിൽ കേരളം നൽകിയ ഗണിതശാസ്ത്ര സംഭാവനകൾ
അറബികൾ വഴിയോ ജസ്യൂട്ട് പാദ്രിമാർ വഴിയോ കച്ചവടക്കാർ വഴിയോ യൂറോപ്പിൽ എത്തിയിരിക്കാമെന്നും 15-ാം നൂറ്റാണ്ടിലെ കേരളീയ ഗണിതജ്ഞരുടെ ഭൗതിക കണ്ടുപിടുത്തങ്ങൾ പിൽക്കാല പാശ്ചാത്യ ഗണിത വികാസത്തിന് കാരണമോ പ്രേരണയോ ആയിട്ടുണ്ടാകാമെന്നും നിരീക്ഷിക്കപ്പെടുന്നു. നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കണ്ടെത്തിയ സാധനം ഇവിടെ കച്ചവടത്തിൽ വന്ന പലരും ആയിട്ട് യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടാവാം ആശയം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ അതിൽ അവര് പുരോഗതി കണ്ടുപിടിച്ചിട്ട് അവരുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നൊക്കെ നമുക്ക് വേണേൽ മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് കേരള സ്കൂൾ ഓഫ് അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ലേഖനത്തിൽ പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. തൃശൂർ, ആലത്തൂർ, തിരൂർ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കേരള സ്കൂൾ ഓഫ് അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിന്റെ, അതായത് ഗണിത ജ്യോതിശാസ്ത്ര സ്കൂൾ ആവിർഭാവമാണ് മധ്യകാല കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭൗതിക വികാസങ്ങളിൽ ഒന്ന്. 14-ഉം 16-ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഈ വിദ്യാലയം ഗണിതത്തിനും ജ്യോതിശാസ്ത്രത്തിനും നിർണായക സംഭാവനകൾ നൽകിയ പണ്ഡിതന്മാരുടെ ഒരു നിരയെ സൃഷ്ടിച്ചു. അവരിൽ ഏറ്റവും പ്രമുഖൻ കേരള സ്കൂളിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന സംഗമ ഗ്രാമത്തിലെ മാധവനായിരുന്നു. ന്യൂട്ടനും ലെയ്ബ്നിസിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽക്കുലസ് പോലുള്ള ആശയങ്ങൾക്ക് അടിത്തറ പാകിയതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട്. ത്രികോണമിതി പ്രവർത്തനങ്ങൾക്കായി അനന്തമായ ശ്രേണി വിപുലീകരണങ്ങൾ, പൈയുടെ ഏകദേശ കണക്കുകള്, ശ്രദ്ധേയമായ കൃത്യതയോടെ ഗ്രഹനിലകൾ കണക്കാക്കുന്നതിനുള്ള രീതികൾ എന്നിവ മാധവൻ വികസിപ്പിച്ചെടുത്തു. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, കാരണം നമ്മൾ ആ ലേഖനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ആശയങ്ങൾ പിന്നീട് നീലകണ്ഠ സോമയാജി, ജ്യേഷ്ഠദേവൻ, ശങ്കരവാര്യർ തുടങ്ങിയ പിൻഗാമികൾ വിശദീകരിച്ചു. പരമ്പരാഗത ഇന്ത്യൻ ഗ്രഹനിലയുടെ മാതൃകകൾ പരിഷ്കരിക്കുകയും സൂര്യ കേന്ദ്ര മാതൃകയെക്കുറിച്ചുള്ള, അതായത് സൂര്യനെ കേന്ദ്രമാക്കിയിട്ടുള്ള മാതൃകയെക്കുറിച്ചുള്ള സങ്കല്പനം മുന്നോട്ട് വെക്കുകയും ചെയ്ത തന്ത്രസംഗ്രഹം എന്ന നീലകണ്ഠന്റെ കൃതി നിരീക്ഷണത്തിന്റെയും സിദ്ധാന്തത്തിന്റെയും സംയോജനമാണ്. ജ്യേഷ്ഠദേവന്റെ യുക്തിഭാഷ, അത് മലയാളത്തിൽ എഴുതാണ്, ഗണിതശാസ്ത്ര നടപടിക്രമങ്ങളും അവയുടെ പിന്നിലെ യുക്തിയും ഉൾക്കൊള്ളുന്ന ആദ്യ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഇനി നമ്മൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കടപയാദി സമ്പ്രദായം എന്താണെന്ന് നോക്കാം. കേരളീയൻ എന്ന് കരുതപ്പെടുന്ന ആര്യഭടന്റെ ആര്യഭടീയത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ജന്മമെടുത്തതെന്ന് കരുതപ്പെടുന്നതുമായ ഒരു അക്ഷരസംഖ്യാ സമ്പ്രദായമാണ് കടപയാദി. ഒരു അക്ഷരസംഖ്യാ സമ്പ്രദായം, അതായത് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഈ സമ്പ്രദായത്തിന് പരൽപേര് എന്നുകൂടി പേരുണ്ട്. എന്താ പരൽപേര്? സംഖ്യകളെ സൂചിപ്പിക്കുവാൻ വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാക്കുകളെ സൂചിപ്പിക്കുവാൻ സംഖ്യകളെ ഉപയോഗിക്കുക, തിരിച്ചും മറിച്ചും എന്നതാണ് ഈ സമ്പ്രദായത്തിൽ ചെയ്യുന്നത്. മലയാളം അക്ഷരങ്ങളിൽ ഓരോന്നിനും 0 മുതൽ 9 വരെയുള്ള സംഖ്യാവില കൽപ്പിച്ച് നൽകി അതിനനുസരിച്ച് വാക്കുകൾക്ക് വിലയിടുന്ന ഏർപ്പാടാണ് കടപയാദി. അതായത് ക എന്ന അക്ഷരത്തിന് 1-ാം നമ്പർ, ഘ 2, ഘ 3, ആ രീതിയിൽ നമ്പർ ഇടുക. അങ്ങനെ നമ്പർ ഇട്ടിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വാക്കുകൾക്ക് വിലയിടുക. എല്ലാ സ്വരാക്ഷരങ്ങൾക്കും 0 എന്ന് വില നൽകുക. വ്യഞ്ജനങ്ങളിൽ ക മുതൽ ങ വരെയുള്ള അക്ഷരങ്ങളും ച മുതൽ ഞ വരെയുള്ള അക്ഷരങ്ങളും ചേർത്ത് 1 മുതൽ 0 വരെ വില നൽകുക. ഇതേ വിധം ഡ വർഗങ്ങൾക്കും ത വർഗങ്ങൾക്കും അക്ഷരങ്ങളാണ് വില നൽകുക. പാവർഗത്തിന് 1 മുതൽ 5 വരെ വില നൽകിയ ശേഷം യാ മുതൽ രാ വരെയുള്ള 10 അക്ഷരങ്ങൾക്കും യഥാക്രമം വില നൽകുക. റായ്ക്ക് 0 എന്നും വിലയിടുക. ഇതാണ് കടപയാദിയിലെ അക്ഷരങ്ങളും അവയുടെ മൂല്യം പേറുന്ന സംഖ്യകളും തമ്മിലുള്ള ബന്ധം. ഈ സമ്പ്രദായ പ്രകാരം വാക്കുകൾക്ക് വില നൽകുന്നതിന് ഓരോ വാക്കിലെയും ഓരോ അക്ഷരങ്ങളുടെയും വില ചേർത്ത് എഴുതി തിരിച്ചിട്ടാൽ മതിയാവും. ഇനി നേരത്തെ ഞാൻ പരൽപേര് പറഞ്ഞില്ലേ, അതായത് പ്രാചീന ഇന്ത്യയിൽ സംഖ്യകളെ സൂചിപ്പിക്കുവാൻ വാക്കുകൾ ഉപയോഗിച്ചിരുന്ന രീതിയാണ് പരൽപേര് എന്ന് പറയുന്നത്. കേരളത്തിലാണ് ഇത് ഏറെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. ഇതനുസരിച്ച് ആയുരാരോഗ്യ സൗഖ്യം എന്നത് 17, 122, 10 എന്ന സംഖ്യയെ കുറിക്കുന്നു. ആ രീതിയായിരുന്നു ഇതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മള് നമ്പർ ഇടാനൊന്നും നമുക്കില്ല. മധ്യകാല കേരളത്തിന്റെ ശാസ്ത്രീയ സംസ്കാരത്തിന്റെ സവിശേഷതകളാണ് ഇനി. സിദ്ധാന്തത്തിന്റെയും പ്രയോഗത്തിന്റെയും സംയോജനം. ഗണിതശാസ്ത്രം അമൂർത്തമായിരുന്നില്ല, മറിച്ച് ജ്യോതിശാസ്ത്രം, കലണ്ടർ നിർമ്മാണം, വാസ്തുവിദ്യ, വൈദ്യശാസ്ത്രം തുടങ്ങിയ പ്രായോഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട്, അല്ലെങ്കിൽ നമുക്ക് വെറും ഒരു ഐഡിയ മാത്രമായിരുന്നില്ല. അത് ജ്യോതിശാസ്ത്രം, കലണ്ടർ ഉണ്ടാക്കുക, വാസ്തുവിദ്യ, വൈദ്യശാസ്ത്രം പോലെയുള്ള പ്രായോഗിക പ്രാക്ടിക്കൽ ആവശ്യങ്ങൾക്കും ആയിട്ടും അത് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇനി പ്രാദേശിക ഭാഷയുടെ ഉപയോഗം. മലയാളത്തിൽ എഴുതപ്പെട്ട യുക്തിഭാഷ പോലുള്ള കൃതികൾ ശാസ്ത്രീയ ആശയങ്ങളുടെ വിപുലമായ കൈമാറ്റം അനുവദിച്ചു. ജാതിയും അറിവും. ബ്രാഹ്മണ പണ്ഡിതന്മാർ ഉന്നത ശാസ്ത്ര സ്ഥാപനങ്ങളിൽ ആധിപത്യം പുലർത്തിയിരുന്നെങ്കിലും കരകൗശല മേഖല, ലോഹശാസ്ത്രം, പ്രായോഗിക ശാസ്ത്രം എന്നിവയിൽ ബ്രാഹ്മണേതര സമൂഹങ്ങളുടെ പങ്കാളിത്തത്തിന് തെളിവുകളുണ്ട്. അതായത് ബ്രാഹ്മണരല്ലാത്ത ആളുകളും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തദ്ദേശീയ ചട്ടക്കൂടുകളിലൂടെ വളർന്നു വന്ന പ്രാദേശിക ശാസ്ത്ര പാരമ്പര്യത്തിന്റെ മൗലിക സഞ്ചയമാണ് മധ്യകാല കേരളത്തിലുള്ളത്. തദ്ദേശീയ ചട്ടക്കൂടുകളിലൂടെ വളർന്നു വന്ന പ്രാദേശിക ശാസ്ത്ര പാരമ്പര്യത്തിന്റെ മൗലിക സഞ്ചയം. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി, ആയുർവേദ പാരമ്പര്യങ്ങൾ, ക്ഷേത്രാധിഷ്ഠിതമായ
ജ്യോതിശാസ്ത്ര പഠനം എന്നിവ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും സൂക്ഷ്മവും യുക്തിസഹവുമായി ഇടപഴകിയ ഒരു വൈജ്ഞാനിക സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യയിലെ ശാസ്ത്രീയ അന്വേഷണം പാശ്ചാത്യ സ്വാധീനത്തെ മാത്രം ആശ്രയിക്കുന്നതല്ലെന്നും തദ്ദേശീയമായ വേരുകളുള്ള ഒന്നാണെന്നും കേരളത്തിന്റെ മധ്യകാല വൈജ്ഞാനിക ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ ശാസ്ത്രീയപരമായ അറിവ് പുറമേ നിന്ന് പാശ്ചാത്യരുടെ അടുത്ത് നിന്ന് കിട്ടിയത് മാത്രമല്ല ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിന്റെ തുടക്കം. ഇനി നിളാനദിയുടെ ഗണിത കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് പള്ളിയറ ശ്രീധരന്റെ ലേഖനമാണ് പഠിക്കാനുള്ളത്. അത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് വീഡിയോ. അപ്പം അതോടുകൂടി ഒന്നാമത്തെ മൊഡ്യൂൾ അവസാനിക്കും. പുതിയ ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്